വളരെ ഗൗരവമേറിയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ നവകേരള വികസന രേഖ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുമ്പോൾ അടുത്ത 5 വർഷത്തെ കേരള വികസനം ഏത് ദിശയിൽ വേണമെന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടാവും വ്യക്തമാവുക. IT, ടൂറിസം മേഖലകളിൽ വൻതോതിൽ വ്യവസായ നിക്ഷേപം ആകർഷിക്കുന്ന പദ്ധതികൾ രേഖയിലുണ്ടാവും. ഭരണ തുടർച്ച പ്രതീക്ഷ പങ്കുവച്ച മുഖ്യമന്ത്രി വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം വീണ്ടും ലഭിക്കുമെന്നും അക്കാര്യത്തിൽ വിശ്വാസമുണ്ടെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഒരു 2ാം തവണ തന്നെ ചരിത്രമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് 3ാം തവണയും അധികാരത്തിലെത്താൻ കഴിയും. അതിനുവേണ്ടിയുള്ള ഒരു നവകേരള വികസന രേഖ, അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരും, പക്ഷെ 5 വർഷത്തേക്കുള്ള വികസന രേഖയാണ് വരുന്നത്. അത്ര ആത്മവിശ്വാസത്തോടെ CPM മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പല നയവ്യതിയാനങ്ങളുമുണ്ട്. അതിൽ വൻതോതിൽ പുറത്തുനിന്നുള്ള നിക്ഷേപം, വ്യവസായ നിക്ഷേപം ഒക്കെ അടക്കം ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്നതല്ലാത്ത കുറെ കാര്യങ്ങളിലേക്ക് കൂടി CPM കടക്കുന്നുണ്ട്. എത്രമാത്രം ആത്മവിശ്വാസം മുഖ്യമന്ത്രി ലേഖനത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്? ശ്രീജ, നമുക്കറിയാം കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് ഇത്തരമൊരു രേഖ CPM സമ്മേളനങ്ങളിലെ സാധാരണ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട്, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ രേഖകൾക്കപ്പുറത്തേക്ക് ഒരു രേഖ CPM പ്ലേസ് ചെയ്തത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ. അവിടെയാണ് നമ്മളിപ്പോൾ വലിയ ചർച്ചയാകുന്ന ഈ സ്വകാര്യ സർവകലാശാല ഉൾപ്പെടെയുള്ള CPMന്റെ കൃത്യമായ നയവ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിന് രാഷ്ട്രീയ അനുമതി CPM നൽകിയത്. അതിന്റെ തുടർച്ച തന്നെ ഈ രേഖയിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇടത് വഴിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇടത് മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ വികസനം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ മാതൃകയുള്ള വികസനം, ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ രേഖയിലും ഉണ്ടാകും. ഇന്ന് മുഖ്യമന്ത്രി രാവിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രേഖ അവതരിപ്പിക്കും. CPMന്റെ സംസ്ഥാന സമിതി നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണ് ഇത് അവതരിപ്പിക്കാൻ അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് ഈ ഇതിൽ വരും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് കഴിഞ്ഞ രേഖയിലെ പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയുണ്ടാകും. കേരള വികസനത്തിന് വലിയ കുതിപ്പ് നൽകുന്ന പ്രഖ്യാപനങ്ങളാകും ഈ രേഖയുടെ ഭാഗമായി ഉണ്ടാവുക. വൻതോതിൽ നിക്ഷേപം ആകർഷിക്കും. അത് IT, കേരളത്തിന്റെ ശക്തിയായി സർക്കാർ കാണുന്ന IT, ടൂറിസം മേഖലകളിൽ വലിയ രീതിയിലുള്ള നിക്ഷേപമാണ് സർക്കാർ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. ആഗോള നിക്ഷേപ ഭീമന്മാർ ഉൾപ്പെടെ ഈ കേരളത്തിലേക്ക് എത്തിക്കും. അവിടെ അപ്പോഴാണ് നമ്മൾ സ്വാഭാവികമായും CPM ഈ വ്യാവസായിക രംഗത്തെ പ്രമുഖരെ കുത്തകകളെന്ന് വിളിച്ച് കളിയാക്കുന്ന ആളുകളെ കൊണ്ടുവരുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണ് ചോദ്യം വരുന്നത്. അവിടെയാണ് ഈ രേഖയിൽ വളരെ വ്യക്തമായി സർക്കാർ നിർദ്ദേശിക്കാൻ പോകുന്നത്, CPM നിർദ്ദേശിക്കാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ വികസനവും ക്ഷേമവും കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസന മാതൃകകളാകും സൃഷ്ടിക്കുക. തൊഴിൽ സൃഷ്ടിക്കലാണ് ആകും ഈ രേഖയുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ്. നേരത്തെ മന്ത്രി ബിന്ദുവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി മൈഗ്രേഷനുണ്ട്, വിദ്യാർത്ഥി കുടിയേറ്റമുണ്ട്, യുവാക്കളുടെ കുടിയേറ്റമുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക്. അത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായി സംസ്ഥാനം കാണുന്നു. പലരും അവിടെ കബളിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല, സംസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട വിഭവശേഷി, യുവാക്കളുടെ ബുദ്ധിയും അവരുടെ സമയവും ഒക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി മാറിപ്പോകുന്നു. അത് ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ട ശ്രമങ്ങൾ സർക്കാർ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഈ രേഖയിലും ഉണ്ടാകും. അവർക്ക് എന്താണോ വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ മേഖലയായാലും ലഭിക്കുന്നത്, അത് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാനുള്ള ശുപാർശകൾ, നിർദ്ദേശങ്ങൾ ഈ രേഖയുടെ ഭാഗമായി ഉണ്ടാകും. വയോജനങ്ങളെ പരിഗണിക്കും ഈ രേഖ. വയോജന സൗഹൃദ സംസ്ഥാനമായി കേരളത്തിൽ നിർത്താൻ ശ്രമങ്ങളുണ്ടാകും. കുട്ടികൾ സംസ്ഥാനത്തിന്റെ സ്വത്താണ്, അവരെ സംസ്ഥാനം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ആശയം ഈ രേഖയുടെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സുസ്ഥിര വികസന മാനദണ്ഡങ്ങൾ നിന്നുകൊണ്ട് നടപ്പാക്കണം. അതായത് പ്രകൃതി വികസനം വരുമ്പോൾ സ്വാഭാവികം പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്ന ചോദ്യങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയെ കൂടി പരിഗണന എടുത്തുകൊണ്ട് പ്രകൃതി നാശം ഉണ്ടാക്കാത്ത വികസന പദ്ധതികളിലേക്ക് കടക്കണം. അതാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള വികസന വഴികളാണ് CPM തേടുന്നത്. അത്തരം കാര്യങ്ങളാകും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഈ രേഖയിൽ ഉണ്ടാവുക. മറ്റന്നാൾ ഈ രേഖയിൽ ഒരു ദിവസം മുഴുവൻ നീളുന്ന ചർച്ച CPM നടത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സമ്മേളനം പോലുള്ള ഈ സംഘടനാ വേദികളിൽ സംഘടനാ പ്രശ്നങ്ങളാണ്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഏറെ സമയം ചർച്ച ചെയ്യുക. പക്ഷേ എറണാകുളത്ത് CPM ഒരു ടേൺ എടുക്കുകയായിരുന്നു, കൃത്യമായ ഒരു മാറ്റം വരുത്തുകയായിരുന്നു. സംഘടനയ്ക്കൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്, തുടർ ഭരണം പ്രതീക്ഷിക്കുന്ന പാർട്ടിയാണ്, പക്ഷേ തുടർച്ചയായി ഭരണം പ്രതീക്ഷിക്കുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ വികസനം കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ട വഴികൾ കൂടി ചർച്ചയാകണം. അത് ഏതെങ്കിലും രേഖ അവതരിപ്പിച്ച് പോവുകയല്ല. അവിടെ കൃത്യമായി CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് സംസ്ഥാന സമ്മേളനം. അവിടെ തന്നെ ഇക്കാര്യങ്ങൾ ചർച്ചയാകണം. നയവ്യതിയാനങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായ സ്പഷ്ടീകരണം
വിശദീകരണം വരുത്തണം, സംശയങ്ങൾക്ക് കൃത്യമായ സംശയ ദൂരീകരണം നടത്തണം. അത്തരം കാര്യങ്ങൾ ഈ വേദി CPM ഉപയോഗിക്കുകയാണ്. എറണാകുളത്ത് ഒരു ദിവസം ആ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയുടെ ചർച്ചയ്ക്ക് മാറ്റിവെച്ചതു. ഇവിടെയും സമാനമായി അത്തരം ചർച്ചകളുണ്ടാകും. ആ രേഖയുടെ അടിസ്ഥാനത്തിലാകും ഇനിയുള്ള ഈ സർക്കാരിന്റെ ബാക്കി കാലവും അടുത്ത വരാനിരിക്കുന്ന സർക്കാർ ഇടതു സർക്കാരാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മൾ ആണെങ്കിൽ പറയുമ്പോൾ CPM അങ്ങനെയല്ല പറയുന്നത്. സർക്കാർ ഉറപ്പ് എന്ന ഒരു ആത്മവിശ്വാസമാണ് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇന്നലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അതേ വികാരം പങ്കുവച്ചു. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഉറപ്പ് എന്നൊരു വിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ന് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി ആ ഒരു വികസന തുടർച്ചയ്ക്കുള്ള അവസരം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രിയും പ്രകടിപ്പിക്കുന്നു. അവിടെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വികസനത്തിൽ കേരള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലൊക്കെ ഒന്നാം സ്ഥാനത്തൊക്കെയാണ് കേരളം എന്ന് പറയുമ്പോൾ അതിനെ ചില പ്രതിപക്ഷ ചിലർക്ക് അംഗീകരിക്കാനാകുന്ന വിമർശനം, രാഷ്ട്രീയ വിമർശനം മുഖ്യമന്ത്രി നടത്തുമ്പോഴും വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ചയ്ക്ക് കേരളം കൈകൊടുക്കുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് CPM പൊതുവിൽ ഉയർത്തുന്നത്. ഈ സമ്മേളനം പോലും എങ്ങനെയാകണം ഭരണ തുടർച്ച ഉണ്ടാകേണ്ടത്, അതിന് വികസനം എത്രത്തോളം പ്രധാനമാണ്, വികസനത്തെ ഒരു മന്ത്രമാക്കി CPM മാറ്റുകയാണ്. ശരിയാണ്. വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് എറണാകുളത്ത് CPM എടുത്ത ഒരു യു ടേൺ ആയിരുന്നു. പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾക്കപ്പുറത്ത് വികസനവും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ കൊല്ലം സമ്മേളനത്തിലേക്ക് വരുമ്പോൾ വികസനം എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPMന്റെ സമ്മേളനം നീങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഈ വികസനത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഇത് CPMൽ കഴിഞ്ഞ സമ്മേളനം തൊട്ടാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. അതേസമയം ഇപ്പോഴത്തെ ആർക്ക് മദ്യപിക്കാം, ആര് മദ്യപിക്കരുത് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നു. അതാണ് പ്രധാനമായും സമ്മേളനത്തിന് മുന്നോടിയായി ചർച്ച ചെയ്യപ്പെട്ടത് എന്ന വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും ഇന്ന് നവകേരള വികസന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് CPM പോകാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ, കേരളത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും പാർട്ടി എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ആ രേഖയിൽ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവും. മുഖ്യമന്ത്രി ഈ രേഖ അവതരിപ്പിക്കും. ശനിയാഴ്ച ഇതിന്മേൽ ചർച്ചയും നടക്കും. PV അരുണാണ് വിശദം